സൂപ്പർ. ഇരിക്കെ, ആദ്യം ചായ കുടിക്കാം. എല്ലാം കരുതിയിരിക്കുകയാണല്ലോ മീര. നമ്മള് സുഹൃത്തുക്കളായി കഴിഞ്ഞില്ലേ? അതിനപ്പുറം. അതെ അതെ, അതിനും അപ്പുറം. മോഹിനിയുടെ കത്തുകളും കവിതകളും തരാം. ഇരിക്കെ. കവിതകൾ വായിക്കാൻ ലേശം കവിതാബോധമൊക്കെ വേണം. അതെ അതെ, ചെറുപ്പം മുതലേ ഭാഗ്യത്തിന് എനിക്കതുണ്ട്. ഐ എം സോറി. വേണ്ട, ഞാൻ തുടച്ചു തരാം. അതിലും വീണോ? കൂട്ടുകാർക്കുണ്ടല്ലോ നല്ല സമാനത. ചായ കുടിക്ക. വല്ലാത്ത ചൂടൊന്ന് ആറിക്കോട്ടെ, എന്നിട്ട് കുടിക്കാം. ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ച് തുടങ്ങിയത്. തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം. നല്ല ചായ. മമ്മൂക്കനെ വാർത്ത് വെച്ചേക്കുവാ അവിടെ. ഇല്ല, ഒരു തലയോടെ ഉണ്ട് വാർക്കാൻ. സൂപ്പർ. മമ്മൂക്കനെ പറ്റി ആദ്യം ഞാൻ പറയട്ടെ. പാടാ സ്നേഹം. മമ്മൂക്ക വാർത്തെടുത്തതും ലാലേട്ടൻ ചുട്ടെടുത്തതും. കറക്റ്റ്. ഞാനത് ഒരു മഹിമാ നമ്പ്യാർ ഇല പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വെന്തില്ല. പാവ, അതവിടെ അവിഞ്ഞ് ഇരിക്കട്ടെ. അതവിടെ അവിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും പ്രേക്ഷകരെ, വെൽക്കം ടു കോമഡി മാസ്റ്റർ. നമ്മുടെ ഒരു വേർഷൻ ഓഫ് ഹരികൃഷ്ണൻസ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത്. സ്നേഹ എന്ന് പറയുന്നത് നന്നായിട്ട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരുപാട് ഡബ് മാച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇനി എങ്ങനെയാവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം നിങ്ങളുടെ കൂടെ ആണല്ലോ പെർഫോം ചെയ്തത്. നമ്മളതിൽ ഭയങ്കര എക്സ്പെർട്ട് ഒന്നും നമുക്ക് തെറ്റും, സത്യമായിട്ട് തെറ്റും. അതെ അതെ, ഭയങ്കര പാടാണ്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നമുക്കേ ബാക്കിയുള്ളവരെ കൂടെ ഒന്ന് പരിചയപ്പെടണം. നമ്മുടെ കൂട്ടത്തിൽ, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നാട്ടുകൂട്ടമായി എത്തിയിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഹലോ അജ്നാസ്. അജ്നാസിന്റെ പാർട്ട്ണർ ആണ് രമീഷ. വെൽക്കം. നാരായണൻകുട്ടി, ഹലോ. ഇപ്പോഴും കുട്ടിയായിട്ടിരിക്കുവാണോ? അതെ, ഒരാളെ ഇപ്പൊ അവിടെ തന്നെ അങ്ങോട്ടേക്ക് വിടാം. ആൻഡ് നമ്മൾ മേളിലേക്ക് പോവാണെങ്കിൽ ഹലോ മ്യൂസിക് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന രണ്ടുപേരാണ് വർഷ ആൻഡ് അഷ്ബൽ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങളെയൊക്കെ പെർഫോമൻസ് ഞങ്ങൾക്ക് വേണം, കാണണം. ഓക്കെ, നമ്മള് ശ്വേചേച്ചി ഈ ഹരികൃഷ്ണൻസിന് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ക്ലൈമാക്സുകൾ, പലതരം ക്ലൈമാക്സുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഒരു സൈഡില് ലാലേട്ടന്റെ കിട്ടുന്നു, വേറൊരു സൈഡില് ഇതൊന്നും അല്ല മമ്മൂക്കയുടെ പേരാ കിട്ടുന്നതെന്നുണ്ടായിരുന്നു. പക്ഷെ വേറൊരു മൂന്നാമത്തെ ക്ലൈമാക്സ് ഞാൻ കേട്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒന്നും അല്ല, ഹെലികോപ്റ്ററിൽ നമ്മുടെ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ വരുന്നു, ജൂഹി ചവളയും കൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു സംഭവം അല്ല, ഇവര് ഊട്ടിയിൽ ഷൂട്ട് ചെയ്യുമ്പോ അങ്ങനെ ഷാരൂഖ് ഖാൻ അവിടെ വേറെ ഒരു ഹിന്ദി പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കേണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ജൂഹി ഷാറൂഖിനെ കണ്ടിട്ട് പറഞ്ഞു, കണ്ടുപഠിക്കുക, നമ്മൾ 7 മണിക്ക് ഷൂട്ടിംഗ് ഇവിടെ തുടങ്ങും, ഇവിടെ എല്ലാം 10-11 മണിയായി. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ലി ചാറ്റ് നടക്കുന്ന സമയത്താണ് ഷാറൂഖ് ഇവരെല്ലാരും കാണാൻ സെറ്റിൽ വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഫാസിൽ സാറ് ഒന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ബിക്കോസ് പിന്നെ ആരുടെ കൂടെയാണ്, ബിക്കോസ് നമ്മുടെ മലയാളികൾക്ക് ലാലേട്ടനും മമ്മൂട്ടിയും അത്ര സ്ട്രോങ് ആയ രണ്ട് എന്താ പറയുക ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു ഫാൻസിന്റെ ഡിവിഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു എൻഡിങ് ചെയ്തില്ല. ഷാറൂഖിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓ, ഷാരൂഖ് ഖാൻ വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു. നമ്മളെ ഡബ്സാഷ് ഉണ്ടാകാൻ വേണ്ടി ഹിന്ദി താരം വന്ന്.
ആണ്ടെ आओ कुछ- मेरे साथ खाओ ഏ? तुम मेरे प्यार है ഇത് പിന്നെ ഷാറൂഖ് ഖാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇത് ഹിന്ദിയിലെ ഋഷ്യശൃംഗം വന്ന പോലെ तुम आओ മാമനോ बॉम्बे का चला है കുഴപ്പമില്ല മോളെ, ഒന്നും ചെയ്യില്ല നിനക്ക്. प्लीज म्यूजिक प्लीज म्यूजिक Bye. ഇല്ലില്ല ഡാൻസ് കളിക്ക് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. ഷാറൂഖ് ഖാൻ എനിക്ക് പറഞ്ഞ കളിക്കണം അഭിനയിക്കാനല്ലേ അറിയൂ. कम ऑन ഒരു ജോൺ ഹോണായി കയറുന്നുണ്ട് ഇടയ്ക്ക്. ഓ, no, കുട്ട്. കണ്ണൻ ചേട്ടാ ബാ ഇങ്ങനത്തെ ലാലേട്ടനും മമ്മൂക്ക ഉണ്ടെങ്കിലേ ഇങ്ങനെ ഒരു ഷാരൂഖ് ഖാനും വരാം. കണ്ണൻ ഖാൻ എന്താണ് ഷാറൂഖ് ഖാൻ ഷാരൂഖ് ഖാൻ രതീഷ് ഗിന്നസ് എന്ത് രതീഷ് ഗിന്നസ് രതീശൻ പുള്ളിയുടെ സ്കിറ്റിൽ ഒരെണ്ണം ചെയ്യാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞു പുള്ളി എവിടെ എണ്ണ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു കണ്ണൻ ചേട്ടാ ഈ റിഹേഴ്സൽ എടുക്കുന്നതിൽ ഒരു കോട്ട് കൊടുത്തിട്ട് ഓടി വന്നതാ. ഗിന്നസ് രതീഷിന്റെ കൂടെ അല്ലേ അല്ല മുരളി ഗിന്നസിന്റെ സ്കിറ്റാ അതിപ്പോ തുടങ്ങാനുള്ള സ്കിറ്റാണോ? ആന്നേ തുടങ്ങാനുള്ള സ്കിറ്റാണ്. അപ്പൊ പുള്ളി കോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ. ഒരു പോലീസിന്റെയും കാമുകിയുടെയും ഒരു സ്കിറ്റ് നിങ്ങളുടെ ആണോ? അതെ നമുക്ക് അതെ 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 അതാണോ? അതിന്റെ റിഹേഴ്സൽ നടക്കണേ. ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പോ പറയാൻ പോവാണ് പ്രേക്ഷകരോട് അതാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു. നിങ്ങൾ അവിടുന്ന് ഒന്നേന്ന് പറഞ്ഞ് കേറിക്കോ. ആയിക്കോട്ടെ അത്രേ ഉള്ളൂ. കണ്ണൻ ചേട്ടാ ഷാരൂഖ് ഖാൻ പോയിരിക്കുകയാണ്. പക്ഷെ ആരും വിഷമിക്കേണ്ട, തിരിച്ചു വരികയാണ്. എന്തിനാണ്? പോലീസും കാമുകിയുടെ കഥ കാണാൻ റെഡിയാണെങ്കിൽ ദാ വരുന്നു. എന്റെ പൊന്നെ എന്നു കേട്ടാൽ വീണു പോകും സുന്ദരി സുന്ദരൻ മാത്രം സുന്ദരൻ പോകും നല്ല പാട്ടിൻ സംഭവം എന്ന് പറഞ്ഞാൽ കല്യാണമാണ് കേട്ടോ. പ്രേമിക്കാന്ന് പറഞ്ഞ് നടക്കും, ഒരു രക്ഷയില്ല. പാട്ടിട്ടോടാ. ഇതിന്റെ വീട് അറിയാമെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് ആക്കും. ഞാൻ അറിയാണ്ട് വിളിക്കൊണ്ട് വന്നതാണ്. ആ വരണം. ബാൻഡൂരി. അയ്യോ, നെയ്യളക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളേ. എപ്പോഴാണ് അനുഭവിച്ചത്? മോളെ, ഞാൻ ഐ ലവ് യു പറഞ്ഞപ്പോ തന്നെ നീ ഓക്കെ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ ആദ്യത്തെ ലൈന് ഇത്ര പെട്ടെന്ന് പൊട്ടുന്ന് ഞാൻ വിചാരിച്ചില്ല. അതല്ല, ചേട്ടൻ എന്റെ തലയിലാവുന്നേ ഞാനും വിചാരിച്ചില്ല. മെനങ്ങാന്ന് ഞാൻ ഫോൺ വിളിച്ചപ്പോ നീ ഫോൺ എടുക്കാത്ത എന്ത്? എനിക്ക് നല്ല പനിയും നീരുമായിരുന്നു. അപ്പൊ അതാണാ പനിനീര്? ചേട്ടാ, ഓ, എപ്പോഴാ നമ്മുടെ കല്യാണം? അത് പെട്ടെന്നൊന്നും നടക്കുമെന്ന് തോന്നണില്ല. അതേ മോളെ, ഞാൻ വെറും പോലീസ് അല്ല, പിന്നെ ഷാഡോ പോലീസാണ്. ഷാഡോ പോലീസ്. ഷാഡോ പോലീസോ? ഞാൻ 12 കേസ് അന്വേഷിച്ച് 12 കേസും പൊളിഞ്ഞു, എന്റെ അബദ്ധം കാരണം. അതുകൊണ്ട് ഇനി ഒരു കേസ് അന്വേഷിച്ചെങ്കിൽ മാത്രമേ എന്നെ ഇനി സ്റ്റേഷനിൽ കയറ്റുമെന്ന് ഐജി പറഞ്ഞേക്കുക. എന്നാലേ താടി പിടിക്കാനും സമ്മതിക്കും, നിന്നെ കെട്ടാനും സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണം കാണുള്ളൂ. അപ്പൊ ഈ അടുത്ത് നടക്കൂലല്ലേ? ചേട്ടാ വിഷമിക്കണ്ട. ചേട്ടൻ നല്ല കേസ് കിട്ടും, എനിക്ക് ഉറപ്പാ. മോളെ, എന്റെ ഫിസിക്കൊക്കെ സെറ്റ് ആവാൻ വേണ്ടി ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട്. വ്യായാമം നാളെ നടക്കാൻ പോകുന്ന പോലീസ് കായികമേളയില് ഓട്ട മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് മോളെ. ചേട്ടാ സൂക്ഷിക്കണം, പതുക്കെ ഓടിയാ മതി കേട്ടോ. അയ്യോ, എന്റെ 14ാമത്തെ അബദ്ധമാണാ നീ. വിഷമിക്കല്ലേ ചേട്ടാ, ചേട്ടന് വേറെ കേസ് കിട്ടും, ഞാനല്ലേ പറയുന്നത്. പിന്നെ ചേട്ടാ, ഈ വിഷമൊക്കെ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. പറ മോളെ. എന്റെ വീട് മാന്നാർ, നമുക്ക് പോകാം മൂന്നാർ, നമുക്ക് 3 പിള്ളേർ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മോളെ. തെങ്ങിലുണ്ട് തെങ്ങോല, കാട്ടിലുണ്ട് പൂഞ്ചോല, നിന്നെ കെട്ടിയാൽ ഊഞ്ഞാല. കാര്യം പറഞ്ഞോട്ടെ, കെട്ടാൻ നിൽക്കരുത്. നമ്മുടെ ഈ പ്രണബൻ തന്നെ വീട്ടിൽ പഠിച്ചു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ആ ധാരെങ്കിലും നിന്നെ കെട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞു. എങ്ങനെ? അല്ല, അതൊരു NRI ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. NRI-മാർക്ക് മാത്രം ഈ നാട്ടിൽ പെണ്ണ് കിട്ടിയാൽ മതിയോ? പോലീസുകാർക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്താ കുഴപ്പമില്ലാത്തത്? നിങ്ങൾക്ക് സ്ഥിരതയുണ്ടോ? ഓരോ ഭരണം വരുമ്പോ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മോളെ, അത് മോക്ക് മനസ്സിലാകാത്തോണ്ടാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ ചാക്ക് പോലെയാണ്. അതിൽ ഉള്ളി നിറച്ചാൽ ഉള്ളിച്ചാക്ക്, അരി നിറച്ചാൽ അരിച്ചാക്ക്, പഞ്ചസാര നിറച്ചാൽ പഞ്ചസാര ചാക്ക്. എനിക്ക് പണ്ട് മുതലേ ഈ പോലീസുകാരെ വലിയ താല്പര്യമില്ല. അതെന്ത്? എനിക്ക് കലാകാരന്മാരെ കല്യാണം കഴിക്കാനായിരുന്നു ഭയങ്കര ആഗ്രഹം. നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. എന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. ഞാനിതൊന്നും കണ്ടിട്ടില്ലല്ലോ. കല്യാണം കഴിയട്ട് ഓരോന്നായിട്ട് ഞാൻ എണ്ണി കാണിച്ചു തരും. എന്നിട്ട് ഒരു ദിവസം അവൻ പുറത്തോട്ട് വരും.
പുറത്തോട്ട് വന്നിട്ട് എന്റെ കൺമുമ്പിൽ കാണുവാനാ പിടിച്ച് ഇടിച്ച് അവനെ കൂമ്പിലിട്ടിടിച്ച് പണ്ടാറോ എന്തൊരു മതി. അതുകൊണ്ട് എല്ലാരും പിടിച്ചിട്ട് ഇടിച്ച് എന്നെ ഇത് അല്ല ഈ പെട്ടെന്ന് പോലീസുകാരനായി പോയി, അതുകൊണ്ട് പറ്റിപ്പോയതാ. ഒരു കാര്യം അറിയാവോ? നിന്റെ ശബ്ദം കേൾക്കണം എന്നൊരു ആഗ്രഹം വരുമ്പം ഞാൻ എന്താ ചെയ്യാന്ന് പട്ടിക്കെട്ട് അറിയും. പട്ടിക്കെട്ട് എറിഞ്ഞെറിഞ്ഞ ഞാൻ മടുത്തിരിക്കുക. ഇനിയും പട്ടി കടിക്കാൻ വന്നാൽ ഞാൻ ഏറ് നിർത്തും. ഞാൻ വിഷം വെച്ച് കൊല്ലും, വിഷം വെച്ച്. അതുപോലെ ദണ്ഡമുണ്ട്, അറിയോ? ഞാൻ ഒരു പറയണ കാര്യം മൊത്തം നീ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചാൽ നിന്റെ വീട്ടുകാർ എനിക്ക് എന്ത് തരും? പുട്ടുകിടലേ മതിയോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉച്ചക്ക് മീൻ കൂട്ടി ഊണാക്കാം, രാത്രി നമുക്ക് കഞ്ഞിമേർ വെക്കാലോ. ഓക്കെ ഓക്കെ, പപ്പടം അത് ഓക്കെ ഓക്കെ. ഒരു ചുട്ട പപ്പടം കൂടെ താടാ എന്റെ അണ്ണാക്കി വെക്കേ. നീ ഇന്നലെ രാത്രി ഫോൺ എടുക്കാത്തത് ഞാൻ വിളിച്ചപ്പം നീ 1.5 മണി വരെ നീ ഓൺലൈനിലുണ്ടായിരുന്നു. 1.5 മണി വരെ നീ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല. ചേട്ടാ ഒന്ന് മനസ്സിലാക്കണം, ഈ ഫോൺ എന്നുള്ള ചിന്ത മാത്രം ചേട്ടനുള്ളൂ. നമ്മൾ ഈ ഫോണെ കൊറേ പ്രാവശ്യം ഉപയോഗിക്കാൻ പാടില്ല. അതെന്ത് ചേട്ടാ, നമ്മൾ അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. അതവനില്ലല്ലോ, അതുണ്ടെങ്കിൽ പിന്നെ ഭാഗ്യമെന്ന് പറയാം അല്ലേ? അങ്ങനെ എനിക്കുണ്ടോ തലച്ചോറ്? എനിക്കൊണ്ട് അയാൾ ഫോൺ സംസാരിക്കില്ല, പിന്നെന്താ? എന്തായാലും ഞാനൊരു കാര്യം പറയാം, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം. എത്രയും പേര് ഇവിടെ നല്ല സ്ഥലം, നല്ല വിജനമായ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ സംസാരിക്കാം. ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന രഹസ്യങ്ങൾ ചോർന്നു പോകും. ബിസിനസ് ഈസ് ബിസിനസ്. ഓക്കെ, ഇവിടെ ഒന്നും ആരുമില്ല. ഇവിടെ തുറസായ സ്ഥലത്ത് ഇവിടെ ആര് കാണാൻ? എവിടെ ഇവിടെ 2 പ്രതിമയുണ്ട്, പെണ്ണിന്റെയും ഒരു ആണിന്റെയും. പെണ്ണിന്റെ വായു നോക്കി നിൽക്കുന്ന വേട്ടാവളി. അത്രയും ഒരു പ്രശ്നം. ഇല്ലില്ല, പ്രതിമ ജീവനുണ്ടെന്നോ? പ്രതിമയ്ക്ക് ജീവനുണ്ടെങ്കിൽ വായു നോക്കി നിൽക്കുവോ? ഇവിടെ വേറെ കാര്യങ്ങൾ നടക്കത്തില്ലേ? ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാം. മോളെ, വേറെ എന്തോ ഉടായ്പ ബിസിനസ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഈ കുറ്റിക്കാട്ടിൽ എന്തോന്ന് ബിസിനസ്? കുറ്റിച്ചെടിയുടെ ബിസിനസ്. വാ, നമുക്ക് ആ കുറ്റിക്കാട്ടിലോട്ട് പോവാം. കല്യാണം കഴിഞ്ഞിട്ട് പോ. അതിനല്ല, നീ അലാറം വെച്ചിരിക്കണ ഈ ചിന്തയായിട്ടാണ്. ഇങ്ങോട്ട് വേണ്ടേ? നല്ല ആളാണ്, ഇവിടെ വന്ന് നിൽക്കണം. അത് ശരി, ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ട ഇങ്ങോട്ട് ചോദിക്കുക. അത് ശരി, മാറിപ്പോയതാണല്ലേ. എടാ, ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ വീട്ടിലെ പട്ടിയെ പൂട്ടിയിടണം. ഞാൻ വരുന്ന വഴിക്ക് എന്നിട്ട് ഓടി ചെന്നു, എന്നിട്ട് കടിച്ചടാ. അയ്യോ, പട്ടി കടിച്ചാ? പട്ടി കടിച്ച പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ വെക്കണം, അതറിയില്ലേ? ചുറ്റും ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റത്തില്ല. അതെന്താ പറ്റൂല എന്ന് പറഞ്ഞ? പൂക്കളും കടിച്ചോണ്ടാ പട്ടി പോണത്. പട്ടി പോട്ടെ പോട്ടെ പോട്ടെ, അടച്ചു. അതുപോട്ടെ, നമ്മുടെ ബിസിനസിന്റെ കാര്യം പറ. സാധനങ്ങളൊക്കെ ഞാൻ ഇറക്കി കഴിഞ്ഞു. ഫോട്ടോ കാണിച്ചു തരാൻ, കണ്ടോ? കാണില്ല. നൂർജഹാൻ. എങ്ങനെയുണ്ട്? ഓ, സ്വർണത്തിന്റെ കളറാ. ഇന്ത്യ നമ്മുടെ അടിപൊളി. ഇത് കസ്റ്റമേഴ്സ് മുത്തി എടുത്തോട്ടു. ഓക്കെ. സോനാ മൻസൂരി. ഓ, പവന്റെ കളറാ. പവൻ പഞ്ചാബിയാ. ഒരു മിനിറ്റ് പിടിച്ചേ. നമുക്ക് ഈ സാധനം നമുക്ക് ഗൾഫിലേക്ക് അയക്കാം. അവിടെ ആകുമ്പോ ഈ പ്രവാസി മലയാളികൾ കൊത്തി വലിച്ചോളും. ഒരു തരം ഇതായത് ബസന്തി. മനസ്സിലായില്ലേ? ആന്ധ്ര. വേണ്ട. എന്താ? ഒരു ചെടുക്കും മണമുണ്ട്, അത് വേണ്ട. ശരിയാ കഴുകിയാ പോരെ? എത്രയൊന്നും വേണ്ട കഴുകുന്നത്, ശരിയാകത്തില്ല. അതിന് ഇവിടെ പോട്ടെ. എന്നാ പിന്നെ ഇത് ത്രിവേണി. ഇത് ഇവിടുന്ന് തമിഴാ. ഇത് കൊള്ളാം കേട്ടോ, കുഴപ്പമില്ലല്ലേ? അടയും അല്ല, ഇങ്ങനെ കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടി കൊച്ചു കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അടയും കാപ്പാന്ന് വെക്കും. അപ്പൊ ഞാനിപ്പോ തന്നെ തിരുവനന്തപുരം വിടുകയാണ്. 4 മണിക്ക് ട്രെയിനിലേക്ക് പോകണം. അവിടെ 4 പേരാ കാത്തിരിക്കുന്നത്. അയ്യോ, ചരക്ക് കാത്തിരിക്കുക. എനിക്ക് മംഗലാപുരത്തും പോണം. കോഴിക്കോട് നിന്ന് ഹാജി വിളിച്ചു. നൂർജഹാനത്തായോ, നൂർജഹാനോട് വിളിയാ. ആൾക്കാർ ഒന്ന് കൊടുക്കണ്ടേ, കാത്തിരിക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കുള്ള ചരക്ക് ഇവിടെ എത്തിക്കേണ്ടത് എത്തിക്കണം. കാലിൽ ഒളിച്ചെടുക്കും. ഞങ്ങള് നിൽക്കാനും ഇത്ര നേരം. നീ നടന്നിട്ട് വരാം. അതല്ല, യു ആർ അണ്ടർ അറസ്റ്റ്. ഒരു മിനിറ്റ് അവര് വന്ന് ഹോളിബെൽ അടിക്കും, നോക്കി ആരോ. ഹോളിബെൽ അടിച്ചല്ലെന്നു, ഞാൻ അട്ടഹസിച്ച് ചിരിച്ചതാണ്. അല്ലല്ല, നിങ്ങളെയൊക്കെ ഏർപ്പാട് മുഴുവൻ ഞാൻ നമ്മുടെ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ടടാ. നിങ്ങൾ പറഞ്ഞ പേരുകളെല്ലാം ഞാൻ കേട്ട് ആ പേര് വെച്ചിട്ടുള്ള ബിസിനസ് എന്താണെന്ന് എനിക്ക് അറിയാടാ. മനസ്സിലായി. ഒന്ന് പറയണ്ടേ? ഇപ്പൊ പറഞ്ഞ പേരുകളില്ലേ, ആ പറഞ്ഞ ചരക്ക് മൊത്തം വീട്ടിൽ കൊണ്ടെത്തി. ഇതിനെ
ഞാൻ തരാം പുടുങ്ങ അവിടെ ഇരിക്കണം. ഇതിനെ ഞാൻ തരാം പുടുങ്ങാൻ കൊണ്ട് കിടക്കണം. ഞാനൊരു കാര്യം പറയാം, ഇതിന്റെയൊക്കെ ഏർപ്പാട് ഞാൻ പറഞ്ഞു ഇപ്പൊ റെഡിയാക്കി തരാം. ഞാൻ വിളിക്കട്ട് പോവല്ല അങ്ങോട്ട് നില്ല്. ഇവിടെ വാടാ, ഇപ്പുറത്തോട്ട് വാടാ. അറസ്റ്റ് ചെയ്തറാ നിന്നെ, അറസ്റ്റ് ചെയ്തറാ. മനസ്സിലാക്കണം, നിന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ. ആരെയാ സാറ് വിളിക്കുന്നത്? ഓ ഹലോ ഡി ഐ ജി സാറാ? ആ കണ്ടിട്ടില്ലെങ്കിലും ഇടയ്ക്കൊരു ഉമ്മ 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 ഉമ്മ. അങ്ങനെയല്ല, ഇത് എവിടെ പോണത്? ഏത്? അത് ഹലോ ഹലോ ഡി ഐ സാറല്ലേ? ഉമ്മ നീയൊക്കെ എന്താ ഉമ്മയുടെ ഹോൾസെയിൽ ഈടാ രണ്ടുപേരും ഇരിക്കാനാണ് പറഞ്ഞത്. എനിക്ക് പൊക്കിള് വയ്യാത്ത സാറേ നമസ്കാരം സാർ. നമസ്കാരം സാറേ. സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന 2 പെൺവാണിപ്പ റാക്കറ്റിലെ മെയിൻ പുള്ളികളെ, മെയിൻ ആൾക്കാർ ഞാൻ അറസ്റ്റ് ചെയ്തു സാറേ. അവന്മാരവിടെ കുത്തിയിരുത്തിയൊക്കെയാണ്. അബദ്ധമല്ല, അബദ്ധമാണെങ്കിൽ ഞാൻ സാറിന്റെ വീട്ടിന്റെ മുമ്പ് വന്ന് പട്ടി കുരയ്ക്കും പോലെ കുരയ്ക്കും സാറേ. ഞാൻ കുരച്ചു. അല്ല എടാ നീയൊക്കെ സുലേഖ, എന്തൊരു വേറൊരു പേര് പറഞ്ഞ പിന്നെ വേറൊരു പഞ്ചാബി പേര് പറഞ്ഞല്ലേ, സോനാ മിർസ. ഇതിന്റെ ഒക്കെ എന്ത് പരിപാടിയാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല, ഇങ്ങോട്ട് തിരിഞ്ഞാൻ അടിക്കാൻ പറ്റില്ല. അയ്യോ സാറേ മതി. എന്റെ പൂക്കള് അത് ചാടുന്നത് മുട്ടുകാൽ കയറ്റി ഒന്ന് താഴോട്ട് പോട്ടത്. സാറിന് അബദ്ധം പറ്റി. എന്തോന്ന്? ഞങ്ങളെ പെൺവാണിപ്പക്കാരല്ല, അരിക്കച്ചവടക്കാരാണ്. ഈ പറഞ്ഞ പേരൊക്കെ അരിയുടെ പേരല്ലേ? നൂർജഹാൻ ബിരിയാണി അരി. തങ്കമണി ഒരുപാട് അരികളുണ്ട്. അതെ, ഞങ്ങള് പെൺപാണി പോലെ. അപ്പൊ ഒരു മല്ലി അരി അത് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പുതിയ അരി, പുഴുക്കലരിയാ. അതെ, നീളമുള്ള അരിയാ. 3 കഴിച്ചാൽ മതി, വയറ് നിറയും. അതെ. ചേട്ടൻ കൂടെ വന്നേ. എന്താ? എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും കേസ് പൊട്ടിയല്ലോ, നമ്മുടെ കല്യാണത്തിന് സദ്യക്ക് ഇവരെടുത്ത് അരി ഏൽപ്പിച്ചാലോ? തരാം, ഒരു ലോഡ് തരാം. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്റെ 15 തൊട്ട് ഇനിയുള്ള അബദ്ധങ്ങൾ മൊത്തം ഇതിന്നാ. DIG സാറ് വിളിക്കണം. എടുക്ക് സാറേ, എടുക്ക്. സാറേ ഈ കേസും കൂടെ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ DIG സാറിന്റെ വീട്ടിൽ ചെന്ന് പട്ടി കുരയ്ക്കും പോലെ കുരയ്ക്കാന്ന് പറഞ്ഞില്ലേ? സാറ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കും. 6 മുതൽ പട്ടിയാ പ്രാക്ടീസ് നടക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്താൽ സൂപ്പർ ആയിരിക്കും. എന്താ സാറേ? ഈ മതിലിന്റെ അവിടെ ചെന്നേ ഈ കാല് പറ്റി മൂത്രം ഒഴിക്കുന്ന പ്രാക്ടീസ് എടുക്കട്ടെ. എന്നിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് ഈ കുട്ടിക്ക് കൊടുക്കാൻ പ്രൊഫൈൽ പിക്ചർ ആക്കാം. ഇല്ല പഞ്ച് പോരാ, അങ്ങനെ കുറച്ചാ പോരാ. അയ്യോ വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. എനിക്ക് പ്രേക്ഷകരോട് സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഷജീർ, വിഷ്ണുപ്രിയ 50, 40, 38, 35 മാർക്ക് താഴോട്ടാണല്ലോ. അല്ല ഇന്ന് കേറും. എങ്ങനെ കയറും? ഇന്ന് ഞങ്ങളൊരു വ്യാജ അച്ഛന്റെ സ്കിറ്റാണ് കളിക്കാൻ വേണ്ടി പോണത്. വ്യാജ മദ്യം കേട്ടിട്ടുണ്ട്, വ്യാജ അച്ഛൻ ഞങ്ങൾ കേട്ടിട്ടില്ല വ്യാജ മദ്യം. വ്യാജ അച്ഛൻ, വ്യാജ അച്ഛനല്ലേ ഉള്ളൂ, സ്കിറ്റ് വ്യാജമല്ലല്ലോ. വ്യാജമല്ല, നല്ല നല്ല പ്യൂർ അല്ലേ? അതെ അതെ. അങ്ങനെയാണെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം നോക്കാം. ഓണായി. നിങ്ങൾ ഓണല്ലേ മക്കളെ? ചേച്ചി ഓണല്ലേ? ഓണാണ്. പ്രേക്ഷകർ ഓണായിക്കോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഷജീർ, വിഷ്ണുപ്രിയ. All the best. ചിരിയടാ ചിരി. നിന്റെ ചിരിയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു പണിഷ്മെന്റ്. അതിപ്പോ അച്ഛനെ വിളിച്ചിട്ട് വന്നാ തീരാന്ന പ്രശ്നമുള്ളൂ. ഓ, നിന്റെ ഈ ചിരിയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛൻ വരൂലെന്ന് അറിഞ്ഞിട്ടല്ലേ? അതിന് ഞാനേ കോട്ടയത്ത് നിന്ന് ഒരു ഗുണ്ടൻ എന്റെ അച്ഛനായിട്ട് സെറ്റ് ചെയ്തിറക്കിയിട്ടുണ്ട്. പറഞ്ഞൂല പുള്ളി എവിടെ? ചേട്ടോ മോളെ, അച്ഛന്റെ മോളെ, അച്ഛനൊന്നും കെട്ടിപ്പിടിക്കരി ഒരു ഉമ്മളാടി. എന്താണ് ചേട്ടാ ഇത്? എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനയില്ലല്ലോ, എന്റെ അച്ഛൻ ലുക്ക് വന്നില്ലല്ലോ. മേന നോക്കണ്ട, ഞാൻ അഭിനയിച്ച് പിടിച്ചോളും. അഭിനയിച്ച് പിടിക്കണേന്ന് എനിക്ക് മനസ്സിലായി. കൈ എടുക്കളവാ. അതെ, ഞാൻ പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടാ? കൈ എടുക്കളവാന്നല്ലേ? അതല്ല, ഞാൻ ബസ്സിൽ വന്നപ്പോ പറഞ്ഞില്ലേ, അത് വല്ല ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ടോന്ന്? ഓർമ്മയിൽ എന്തായിരുന്നത്? എന്റെ ദൈവമേ, കോട്ടയത്ത് എറണാകുളം എത്തണ വരെ
ഇയാളടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തതാ, എല്ലാം മറന്നാ. അതെന്താ സംഭവം അറിയുമോ? എനിക്ക് ബസ്സിന്റെ സൈഡ് സീറ്റ് കിട്ടിയാൽ ഞാൻ അപ്പൊ കിടന്നുറങ്ങും. അതാണ് പ്രശ്നം വന്നത്. എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു മണ്ടനെ വിളിച്ചിട്ടുള്ള ഞാൻ ഇങ്ങോട്ട് വന്നത്. മണ്ടനാ? ആ. ഞാനാ? എന്നെ കുറിച്ച് അറിയാൻ പാടില്ലായിട്ടാണ്. എന്തേ? എന്നെ കുറിച്ച് കേട്ടല്ല കുട്ടി ഞെട്ടും. എന്നാന്ന് പറഞ്ഞ ഞാനൊന്ന് ഞെട്ടട്ടെ. കോട്ടയം ജില്ലയിൽ കാശ് തന്നു കഴിഞ്ഞാൽ ആരെയും കൊല്ലാനും ഹലോ, ഇല്ലടി, ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല, പുറത്ത് നിൽക്കണേണ്. ഞാൻ വിളിക്കാം. ശരി. കോട്ടയം ജില്ലയിൽ കാശ് കിട്ടി കഴിഞ്ഞാൽ ആരെയും നീ ക്ലാസ്സിൽ കയറിയില്ലേ? വായി നോക്കി നിൽക്കാണ്ട് ക്ലാസ്സിൽ പൊടി. കോട്ടയം ജില്ലയിൽ കാശ് എന്തൊക്കെയുണ്ട്? ഒരു മിനിറ്റ് ഞാനൊരു കഥ പറയാൻ വേണ്ടി നിൽക്കാം. കുറെ നേരം കഥ പറയാൻ വേണ്ടി. അല്ല, പറഞ്ഞ ചേട്ടൻ പറഞ്ഞ. കോട്ടയം ജില്ലയിൽ കാശ് എടാ കുട്ടിയാകിലെ ഒറ്റക്ക് തിന്നല്ലേടാ, എനിക്കും കൂടി താടാ. ഈ പെണ്ണിന്റെ വായ കുത്തിക്കേട്ടോ കുറെ നേരം. പറഞ്ഞോ ചേട്ടാ, കോട്ടയം ജില്ലയില്. കോട്ടയം ജില്ലയിലാ? കോട്ടയം ജില്ല കുറെ മിമിക്രിക്കാരുണ്ട് കേട്ടോ. കോട്ടയം നസീർ, ഗിന്നസ്, പക്രു, കലാപം, പ്രചോദ്, ഇവരൊക്കെ കോട്ടയത്തുള്ള. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ചേട്ടൻ പറഞ്ഞു വന്ന കഥ പറ. എനിക്ക് പറയാൻ കഥയില്ല. അല്ലാണ്ട് കഥയിൽ കൗണ്ടറിൽ എന്നിട്ടില്ല. എന്നോട് വിളിച്ചത് കാര്യം പറ. ചേട്ടാ, പ്രിൻസിപ്പാള് വീണപ്പോഴേ ഇവിടുത്തെ പ്യൂൺ പിടിച്ചില്ല. അപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിന് താണ്ടെ പ്രിൻസിപ്പാള് പറഞ്ഞേക്കണേണ് എന്നോട് അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അയ്യേ, ഈ ചെയിൽ കേസിനാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നോട് വരാൻ പറഞ്ഞത്. സ്വന്തം അച്ഛനെ വിളിച്ചു പറയടോ. അയ്യോ, അത് പറ്റൂല. എന്റെ അച്ഛൻ ഭയങ്കര കർശനക്കാരനായ പോലീസുകാരനാണ്. തന്റെ അച്ഛനെ സമ്മതിക്കണം കേട്ടോ. ഒരേ സമയത്തൊക്കെ 2 ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ. സർക്കസുകാരനായ പോലീസുകാരൻ. താൻ എത്ര പഠിക്കണം? ആദ്യം മാക്ക് പഠിക്കണം കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. തന്റെ അച്ഛൻ കുണ്ഠിത മനോഭാവമുള്ള ഒരാളാണ്. എന്തോന്ന്? കുണ്ഠിത മനോഭാവമുള്ള ഒരാളാണ്. അപ്പൊ ഞാനിത് ഓക്കെ, ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത്? ചേട്ടൻ നേരെ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് ചെല്ല, എന്നെ പറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറയാ, എങ്ങനെയെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് അടിച്ച് പുറത്താക്കാം. ഇവിടെ ചേട്ടൻ എന്തേ കുപ്പി മാറ്റിയത്? ഇത് ഞാൻ ചെയ്യാം. പക്ഷെ പ്രശ്നമുണ്ട്. ഞാൻ എന്താണ് അവിടെ പോയി പറയേണ്ടത്? ഗവൺമെന്റ് ആർട്സ് കോളേജിലെ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയായ ശാരികയുടെ അച്ഛൻ റിട്ടയർഡ് DYSP പ്രഹ്ലാദൻ പാപ്പരക്കോട്. ഇത്രയും പറഞ്ഞാൽ മതി. ആരെ നോക്കണ? അല്ല, ഇത് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും വരും? അല്ല, അതിനല്ലേ ചേട്ടൻ വന്നേക്കണ. ഞാൻ പറയണത് ഞാൻ പറയണം. പിന്നെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ന് പറയാൻ പറ്റുമോ? ചമ്പക്കര തങ്കപ്പൻ, ലോറി റാലി പോലും സൈക്കിൾ റാലി. ഇതൊക്കെ ഞാൻ പറയണ എന്തിനാണ്? താനൊരു ഗെയിം ഷോ ഇങ്ങോട്ട് ഇട്ടപ്പോൾ തിരിച്ചൊരു ഗെയിം ഷോ ഞാൻ അങ്ങോട്ട് ഇട്ടു. ഇത് ഗെയിം ഷോ അല്ല. പ്രിൻസിപ്പാൾ ചോദിക്കുമ്പോ എന്റെ അച്ഛനെ പരിചയപ്പെടുത്തണ്ടേ? അതാണോ? അത് ഞാൻ പറഞ്ഞോളാം. അല്ല, ചേട്ടൻ പറയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ട്രയൽ അടിച്ച് നോക്കാം. ഞാൻ പ്രിൻസിപ്പാളായിട്ട് വരാം, ചേട്ടൻ അച്ഛനായിട്ടും വാ. താൻ പ്രിൻസിപ്പാളായിട്ടും ഞാൻ അച്ഛനായിട്ട് നിൽക്കണം. വേറൊരു കാര്യമുണ്ട്. ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. ചേട്ടൻ പറയണം പ്രിൻസിപ്പാള് പോ, മോള് വാ എന്ന് പറയും. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞു പ്രിൻസിപ്പാൾ പോ, മോള് വാ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിൻസിപ്പാളായിട്ട് വാ. ഓക്കെ. അതെന്നാ? അല്ല, ക്യാരക്ടർ ചേഞ്ച് ചെയ്യണ്ടേ? ക്യാരക്ടർ ഓക്കെ. പ്രിൻസിപ്പാൾ ക്യാരക്ടർ ചേഞ്ച് ആയിരിക്കും. റെഡി? യെസ്, കമ്മിങ്. ആരാ? എന്ത് വേണം? ഞാൻ കോട്ടയത്ത് ഒരു ചെറിയ ഗുണ്ടേനെ. കുറച്ച് പരിപാടി. എന്താണോ ഈ കാണിക്കുന്നത്? അച്ഛൻ മറന്നു. യെസ്, കമ്മിങ്. ആരാ? എന്ത് വേണം? പ്രിൻസിപ്പാൾ ഒരു മിനിറ്റ്. പ്രിൻസിപ്പാൾ പോയിട്ട് മോളെന്ന് വന്നേ. എന്താണ്? ഞാൻ ആരാന്നുള്ളതാണെന്ന് പറഞ്ഞു. അയ്യോ, ഗവൺമെന്റ് ആർട്സ് കോളേജിലെ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയായ ശാരികയുടെ അച്ഛൻ റിട്ടയർഡ് DYSP പ്രഹ്ലാദൻ പാപ്പരങ്കോട്. അതാണ് ഞാൻ കേട്ടോ. ഈ പറഞ്ഞാണ് ഞാൻ. ഇനി പ്രിൻസിപ്പാളോട്ട് മോള് പോ. എന്താണോ തനിക്ക് വേണ്ടത്? ഞാൻ ശാരികയുടെ അച്ഛനാണ്. തന്റെ മോളൂടെ ഒപ്പിച്ചു വെച്ച കുഴപ്പം വല്ലതും താൻ അറിഞ്ഞായിരുന്നാ? അറിഞ്ഞില്ല. എന്തൊരു ചെറിയ ഒപ്പിന്റെ മറ്റേ പോസ്റ്റിന്റെ കേസല്ലേ? ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, അവൾ എഴുതിയിട്ട ക്യാപ്ഷൻ താൻ വായിച്ചായിരുന്നാ? എന്തായിരുന്നു ക്യാപ്ഷൻ? പ്രിൻസിപ്പാളിനെ പ്യൂൺ പിടിച്ചത് ശരിയായില്ലെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നോ? പ്രിൻസിപ്പാൾ പോ, മോള് വാ. എന്താ? ഈ ക്യാപ്ഷന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നല്ലോ. അതച്ഛാ, പ്രിൻസിപ്പാള് വീഴാൻ പോയപ്പോ ഈ പീണൊന്ന് പിടിച്ചിരുന്നെങ്കിൽ വീഴൂലായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ച് പ്രിൻസിപ്പാളിനെ പറ്റി ഞാൻ പോസ്റ്റ് ഇട്ടത്. പക്ഷെ അതൊരു അസഭ്യമാണ് പറഞ്ഞത്. പ്രിൻസിപ്പാളിനോട് സോറി പറഞ്ഞേക്ക്. സോറി മാം. മോള് പോ, പ്രിൻസിപ്പാൾ വാ. എന്താണോ തനിക്ക് പറയാനുള്ളത്? അല്ല, മോളിപ്പോ ഒരു സോറി പറഞ്ഞായിരുന്നത് കേട്ടില്ലായിരുന്നോ? തന്റെ മോൾ ഇവിടെ എന്തിനാ വന്നെന്നറിയാവോ? എന്തിനാണ്? പ്രേമിച്ച് തേക്കാൻ. അവൾ ഇനി തേക്കാനായിട്ട് ആ സയൻസ് ലാബിൽ ഇരിക്കുന്ന അസ്ഥികൂടം മാത്രം. അതിനാണെങ്കിൽ ആരോഗ്യമില്ല, ആയുസുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ആണോ? പ്രിൻസിപ്പാൾ പോ, മോള് വാ. എന്താ അച്ഛാ? നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് കളയാൻ വേണ്ടിട്ടാണ് ഇനി ഈ കോളേജിലേക്ക് വരുന്നത്. അയ്യോ, തേപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ തന്തേനെ വരെ മാറ്റി പറഞ്ഞു. പ്രാന്താണോ? ഹായ്, നല്ല മണം. ഇതെന്താണ് തല തേക്കണത്? താളി. എന്നാണ്? അല്ല, ചെമ്പരത്തി താളി. ഓ, എന്റെ ചങ്കൊന്ന് കാളി. ഞാൻ നല്ല മണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഈ അച്ഛൻ മോള് പരിപാടി മാറ്റിക്കാം. പിന്നെ എന്നിട്ട് ഞാൻ കാമുകനും കാമുകയായിട്ട് നമുക്ക് പറഞ്ഞാൽ പ്രേമിച്ചിട്ട് നാടൊക്കെ വിട്ട് കല്യാണം കഴിച്ചും പിള്ളേരൊക്കെ സുഖമായിട്ട് ജീവിച്ചാ പോരെ? ഇന്നാൾ ആ ജംഗ്ഷനിൽ ഒരു ചെക്കൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ എന്താ ചെയ്തെന്ന് അറിയാമോ? അവനെ നിക്കർ വലിച്ചൂരി കൊടിമരത്തെ കെട്ടിത്തൂക്കി. എന്താടോ?
ഞാൻ നിക്കരിട്ടിട്ടില്ലല്ലോ. ഫോൺ റെഡി, ഫോൺ റെഡി. ഒരു മിനിറ്റ്. അയ്യോ പ്രിൻസിപ്പാള്. ഹലോ മാം, ഞാൻ പുറത്തുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. പ്രിൻസിപ്പൽ. ഹലോ മാഡം, ഒരു മിനിറ്റ്. ആ പറയണ്ടോന്ന് പറഞ്ഞേ. ഗവൺമെന്റ് ആർട്സ് കോളേജിലെ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയായ ശാരികയുടെ അച്ഛൻ റിട്ടയർഡ് DYSP പ്രഹ്ലാദൻ പാപ്പരക്കോട്. ഉറങ്ങണേണാ? ഒരു താരാട്ടുപാട്ട് കേട്ട ഫീൽ. ഹലോ, അതെ MH ലിറ്റർ പൈന്റ് ക്വാർട്ടർ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്. ചിയേഴ്സ്. ഓക്കെ, താങ്ക് യു. ഓ, സമാധാനമായി. എത്ര മാസം സസ്പെൻഡ് ചെയ്തത്? 1 മാസത്തേക്ക്. ഞാനത് പറഞ്ഞ് ഡിസ്മിസ് ആക്കിയിട്ടുണ്ട്. അയ്യോ, എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയ. അയ്യോ, ഡിസ്മിസ് എന്ന് പറഞ്ഞാൽ പുറത്താക്കിയെന്നാണ് അർത്ഥം. കോളേജിൽ വന്ന് പഠിക്കാൻ പറ്റുന്ന എനിക്കറിയാം, പക്ഷെ കോളേജിന്റെ പടി ചവിട്ടിയപ്പോഴേക്കും ഇംഗ്ലീഷിൽ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായി. എന്ത്? ഡിസ്മിസ് എന്ന് പറഞ്ഞാൽ പുറത്താക്കും. പോടോ. നല്ല മണം, ഒരു ഉമ്മരട്ടെ. പോടാ കോഴി. അയ്യോ, പറ, ഈ പിസിന്റെ പിന്നിലെ സംഭവം എന്തായിരുന്നു? ഞാൻ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ ഈ ചേട്ടനെ എടാന്ന് വിളിക്കും. അതിനെനിക്ക് പണിഷ്മെന്റ് തന്നതാണ്. ഈ പിസ്സാ? പിസ്സല്ല, ആ കോളേജിന്റെ പേര്. ഗവൺമെന്റ് ആർട്സ് കോളേജിലെ അതല്ലേ ശരിക്കും. പിന്നെന്തായിരുന്നു പറഞ്ഞു കൊടുത്തേ. ഓ, അപ്പൊ അതായത് സ്കിറ്റിന്റെ ഉള്ളിൽ മറ്റൊരു കോമഡി നടക്കുന്നുണ്ട് പ്രേക്ഷകർ. അതെന്താന്നുള്ളത് കേൾക്കട്ടെ. ഒരു ഡ എന്നുള്ള വിളിയിൽ സെന്റ് ഇഗ്നേഷ്യസ് കോളേജിൽ MA ലിറ്ററേച്ചറിന് പഠിക്കുന്ന ശാരികയുടെ അച്ഛൻ റിട്ടയർഡ് DYSP പ്രഹ്ലാദൻ പ്ലാപ്പനംകോട്. അതാണ് പറയാൻ പോകുന്നത്. സെന്റ് ഇഗ്നേഷ്യസ് ഇവിടെ ഇത്രയും നേരം പഠിച്ചു വെച്ചാൽ ഇവിടെ വന്നപ്പോ പേര് ഗവൺമെന്റ് കോളേജിൽ നിന്നപ്പോ അവിടെ കയ്യിൽ ഓ, അപ്പൊ ഇത് ഇവിടുന്നാണ് ഇത് കാണുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഈ ആർച്ചിൽ ഇങ്ങനെ പേര് കൊടുത്തേക്കണം. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇവിടെ എഴുതി കൊടുത്തായിരുന്നു ആർട്ട് ഡിപ്പാർട്ട്മെന്റില്. അവർക്ക് ടൈപ്പ് ചെയ്യാൻ പോലും അറിഞ്ഞൂടായിരുന്നു. അവര് തന്നെ അത് ലോ കോളേജ് ആക്കി. ആർട്സ് കോളേജ് ആക്കി മാറ്റി. കൊള്ളാം. പക്ഷെ ഇതുപോലത്തെ ഒരുപാട് കോളേജ് അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും അല്ലെ? കോളേജ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മനെയും വിളിച്ചുകൊണ്ട് വാന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ആയിരിക്കും കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡ് കിട്ടുമ്പോൾ, ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ മാർക്ക് മാറ്റി എഴുതിയിട്ടുണ്ടോ? കോളേജിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കോളേജിൽ സസ്പെൻഷനൊക്കെ കിട്ടുന്ന സമയമുണ്ടല്ലോ, അടിവഴക്കെന്തെങ്കിലും ഉണ്ടാവും. അപ്പം വീട്ടിൽ നിന്ന് ആരും വിളിച്ചുകൊണ്ട് അവസരതായി. പിന്നെ കൂട്ടുകാരൻ അമ്മയാണ് വരുന്നത്. എന്റെ സിബിൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവന്റെ അമ്മ വരും. ഇതെന്റെ ആന്റിയാ, അപ്പൊ അമ്മയ്ക്ക് വരാൻ വയ്യ. അപ്പൊ ആ പരിപാടി സ്ഥിരമുള്ള ഒരു പരിപാടി. ഓക്കെ, മേലിലേക്ക് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അവരോട് ചോദിക്കട്ടെ, ഇതുപോലെ സ്കൂളിലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? അച്ഛന്റെ ഒപ്പിടാൻ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ കുഞ്ഞിലെ മുതലേ അച്ഛന്റെ ചെക്ക് ബുക്ക് ഒക്കെ അവിടെ ഉണ്ടോ? ചേച്ചി, കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്കിറ്റ് സൂപ്പർ ആയിരുന്നു. വിഷ്ണുപ്രിയ സൂപ്പർ. ഷജീർ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുറച്ച് കാശ് ഞാൻ പിടിക്കാൻ പോവാ. പൈസ പിടിക്കില്ലേ ചേച്ചി, എന്റെ ആദ്യത്തെ ഇന്റർവ്യൂലാണ് പോയെന്ന് ഇവര് പറയും. സത്യം പറഞ്ഞാൽ ഇത്ര നേരം സ്കിറ്റ് കണ്ടിട്ട് മറ്റുള്ള ഈ സ്കിറ്റ് തീരില്ലെന്ന് സത്യസന്ധമായിട്ട് ഞാൻ സീരിയസ്ലി സൂപ്പർ ആയിരുന്നു. പക്ഷെ വിഷ്ണുപ്രിയ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് നല്ലൊരു പാർട്ട്ണർ കിട്ടുക, അവരുടെ അടുത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം വേണം. അത് വിഷ്ണുപ്രിയന് കിട്ടിയിട്ടുണ്ട്. ഷജീർ സൂപ്പറായിട്ട് മോൾഡ് ചെയ്യുന്നുണ്ട്. വിഷ്ണുപ്രിയന് നന്നായിട്ട് നിങ്ങൾ രണ്ടാളുടെ ആ ഒരു കോർഡിനേഷനും ആ ഒരു ഇതിൽ ഐക്യം സൂപ്പറാണ്. സൂപ്പർ. ചേച്ചി സ്കിറ്റ് കഴിഞ്ഞിട്ട് ഇവരെ കണ്ടിട്ടുണ്ടോ? താഴെ കണ്ടിട്ടുണ്ടല്ലോ. രണ്ടും കൂടെ അടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വാട്ട് എവർ സെഡ് വെരി ഗുഡ്. ഷജീറേ, ഇവിടെ ഒന്ന് തൊപ്പിയെടുത്ത് ഭയങ്കര ചേഞ്ച്. അടിപൊളി, നല്ല രസമുണ്ട്. എല്ലാരും പറഞ്ഞറിയുമോ, ഇവിടെ ഫുഡ് കൊണ്ടുവരുന്ന രമേശ് ഏതായാലും ഗംഭീരായിരുന്നു അല്ലെ? ക്യാമറയിലെ 4 പേര് കഴിക്കാൻ കൈയ്യഴുകി താഴെ പോയി. അതെ, ഗെറ്റപ്പ് വൈസും കിടിലുമായിരുന്നു, സ്കിറ്റ് വൈസും കിടിലുമായിരുന്നു. എല്ലാം കൊണ്ട് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നമുക്ക് നോക്കാം. ₹34,000 രണ്ടുപേർക്കും ലഭിച്ചിരിക്കുന്നത്. സന്തോഷായില്ലേ കുട്ടാ? സന്തോഷായില്ലേ? അടിപൊളി. അപ്പൊ ഇനിയും ഗെറ്റപ്പുകളൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ചിരിപ്പിക്കാനുള്ള സ്കിറ്റുമായിട്ട് വരണം. ബാങ്ക് ഓഫ് ബോംബെ, പ്ലീസ് ട്രാൻസ്ഫർ ₹34,000. And അഖിൽ, ഈ എപ്പിസോഡ് സ്കിറ്റ് കളിക്കാൻ വന്നേക്കുന്ന ആരാ നോക്കിയേ? നിങ്ങൾ പോയില്ലേ?
ചേച്ചി ഓ. ചേച്ചി ഒരു US ട്രിപ്പ് പോയ സമയത്ത് നമ്മുടെ പക്രുചേട്ടൻ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്രുചേട്ടന്റെ കൂടെ നമ്മുടെ നാട്ടുകൂട്ടമായിട്ട് ഇവരുടെ ടീമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. നീലിമ ചേച്ചിയും നിക്കിലും കഴിഞ്ഞ പോയപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇനിയും വരണം, ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഇത്ര പെട്ടെന്ന് അവർ തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. സ്കിറ്റ് കളിക്കാനാണ് ഫുൾ കോൺഫിഡൻസ്. ചേച്ചി പഠിച്ചു വെച്ചിട്ടുണ്ടോ ഡയലോഗ് കാര്യങ്ങളൊക്കെ? ഓൾമോസ്റ്റ് ആണ്. എന്താ ശരിക്കും വാട്ട് മേഡ് യു ടു കം ടു ദിസ് ഫ്ലോർ? അതായത് തിരിച്ച് ഇവിടെ വന്ന് സ്കിറ്റ് കളിക്കാനുള്ള എന്താ തോന്നിയത്? എനിക്കിവിടെ ഒരാളെ കാണാം, എനിക്കിവിടെ ആളെ കാണണം. നിനക്കൊരാളെ കാണണമെങ്കിൽ നീ ജസ്റ്റ് ഇവിടെ വന്ന് നമ്മളെ വിളിച്ച് ആളിനെ കാണിപ്പിച്ച് അങ്ങനല്ല. പിന്നെ അങ്ങനെ എനിക്ക് കാണണ്ട. പിന്നെ കാണണം ആ ചേച്ചിയുടെ മുമ്പ് എന്റെ പെർഫോമൻസ് എനിക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഒരാളെ കാണിക്കണോന്ന് പറയണം. എന്റെ കഴിവ് എനിക്ക് കാണിക്കണം. അത് ആരോ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ പത്തനംതിട്ട ബസ് പിടിച്ചാ വന്നെ. എന്റെ ദൈവമേ. ആയിക്കോട്ടെ, എങ്കിൽ പത്തനംതിട്ടന്ന് ബസ് പിടിച്ച് വന്ന് നീലിമ ചേച്ചിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇവരിവിടെ സ്കിറ്റ് കളിക്കാൻ റെഡി ആയിട്ടാ വന്നിരിക്കുന്നത്. നമുക്ക് ബാറ്ററി അങ്ങ് ഓൺ ആക്കി കൊടുക്കാം, ബാക്കി നമുക്ക് സ്കിറ്റ് കാണാം. എന്ത് പറയുന്നു? റെഡിയാണോ ചേച്ചി? റെഡിയാണോ? ശരി, ബാറ്ററി ഓൺ ആവട്ടെ. ഓൺ ആയിരിക്കാണ്. ഓൾ റൈറ്റ്. അപ്പൊ നീലിമ ചേച്ചി ആൻഡ് നിഖിൽ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ മിസ്റ്റർ കോന്നിക്കരയുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ തന്നെ ജയിക്കും കേട്ടാ. ഇത് നോക്കി, ഞാനാ ഒറിജിനല്. അപ്പൊ തന്നെ ഈ ഫ്ലെക്സ് നമ്മുടെ ജംഗ്ഷനിൽ ഞാൻ തന്നെ കൊണ്ടുവെക്കും. അയ്യോ, ഇത് എന്തു മനുഷ്യ നാണക്കേട്. ആണോ? അതിന് ഞാൻ മുണ്ടുകൊടുത്തിട്ടില്ലോടി. അതെ, ഞാൻ നിങ്ങളോടല്ല മനുഷ്യ ചോദിച്ചേ, ഈ ഫ്ലെക്സിനോടാ. നാണക്കേടോ എടി? അതിന് ഫ്ലെക്സ് അല്ലേ? എല്ലാ കൊല്ലവും മിസ്റ്റർ കോന്നിക്കരയാവൻ മത്സരിക്കാൻ പോകും. ഫ്ലെക്സ് അടിച്ച് ഈ വീട്ടിലും കൊണ്ടുവന്ന് വെക്കും. ഇതുവരെ റിസൾട്ട് വരുമ്പോ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ? നീ ഈ തവണ നോക്കിക്കോ, ഞാൻ തന്നെ ജയിക്കും. ഈ വീട്ടിലെ ഈ കോഴിക്കോട് പണിയാൻ വന്ന പണിക്കാര് കോഴിക്കോട് അടിക്കും, ഈ ഫ്ലെക്സിനെ നോക്കും, ചിരിക്കും. കോഴിക്കോട് അടിക്കും, ഈ ഫ്ലെക്സിനെ നോക്കും, ചിരിക്കും. എന്റെ മനുഷ്യ, നാണം കെട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. അത് ശരി. അപ്പൊ ഇത് ഇതുവരെ ഒട്ടിച്ചു വെച്ചേക്കുവായിരുന്നോ അതിന്റെ തൊലി? മനുഷ്യ, നിങ്ങൾക്ക് വല്ല പണിക്ക് പോകൂടെ? നീ വളർത്തുന്ന ഈ കോഴി വല്ല പണിക്ക് പോകുന്നുണ്ടോടി? ഇല്ല. നീ ഇതിന് ആഹാരം കൊടുക്കുന്നില്ലോടി? അതുകൊണ്ട് അതുപോലെ എനിക്ക് തന്നാ പോരായോ? നിങ്ങക്ക് രാവിലെ 10 മുട്ട, ഉച്ചക്ക് 10 മുട്ട, രാത്രി 10 മുട്ട. ഈ ഉള്ള മുട്ട തന്ന് തന്ന് നോക്കി ഞാനിപ്പോ മുട്ടച്ചിയായി. മുട്ടച്ചി, അപ്പൊ നീയാണോടി ഈ യോധ സിനിമയിലെ അക്കോസാട്ടു? ഇത് പോ മനുഷ്യ. ഒന്ന് നിങ്ങളോട് ഞാൻ എത്ര നാളായി പറയണു, എന്റെ കോഴിക്കടയ്ക്ക് ഒരു ഫ്ലെക്സ് അടിച്ചു തരാൻ. ഇതുവരെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ആര് പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ലെന്നോ? എവിടെ? കാട്ടിത്തരാം. ഇത് ഒരു കോഴി, രണ്ടാമത്തെ കോഴി. ഇതെന്തോ മനുഷ്യ, ഈ കോഴിക്ക് മസിലോ? എടി, ഈ കോഴിയുടെ മുട്ടയിലൂടെ ഞാൻ തിന്നുന്നേ. അപ്പൊ എന്റെ മസില് നിന്റെ കോഴിക്ക് ഇരിക്കട്ടെ. അപ്പൊ ബിജുലാൽ കോഴി. എന്റെ ട്രെയിനിങ് കൊണ്ട് എത്ര ജിമ്മന്മാരായി ഈ നാട്ടിലുള്ളത് നിനക്ക് അറിയാമോ? ഒരാളെങ്കിലും പറ മനുഷ്യ. ഒരാളെ പറയാം. നിനക്ക് നമ്മുടെ നോബിച്ചേട്ടനെ കുറിച്ച് അറിയാമോടി? നമ്മുടെ നോബിച്ചേട്ടൻ പണ്ട് എന്റെ ട്രെയിനിങ്ങിന് വന്ന് ഞാൻ ഡയറ്റ് കൊടുത്തുണ്ടാക്കി എടുത്തൊരു രൂപ ഉണ്ട് ഈ നോബിച്ചേട്ടന്. കാണണോ? നമ്മുടെ കുട്ടി അഖില്. നമ്മുടെ അഖില്. അഖില്. നമ്മുടെ അഖിലിനെ ഈ കാണുന്ന രൂപമൊന്നും അല്ലായിരുന്നടി. പിന്നെ നോക്ക്, അയ്യോ തീർന്നില്ല. പിന്നെ ഇനി നമ്മുടെ സേത ചേച്ചിയുണ്ട്. വേണ്ട. എലീന ചേച്ചിയുണ്ട്. വേണ്ട, എനിക്ക് ഇവരൊക്കെ ഇങ്ങനെ തന്നെ കണ്ടാ മതി. എനിക്ക് വാമപ്പ് ചെയ്യാനുള്ള സമയമായി. നീ എണ്ണ. എണ്ണ തെറ്റിക്കല്ലേ. 1 2 3 അയ്യോ, ഈ ബക്കറ്റ് ഈ വീട്ടിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ പരിസരം മുഴുവൻ വൃത്തികേടാക്കും. മിസ്റ്റർ കോന്നിക്കര വീട്. അയ്യോ അയ്യോ, എന്റെ നടുവേ. എന്തുവാടി? അതെ, രാവിലെ എഴുന്നേക്കുമ്പോ തൊട്ട് തുടങ്ങുന്ന നടുവേദനയാ.
നാളെ തൊട്ടേ നീ രാവിലെ എഴുന്നേക്കണ്ട, ഉച്ചക്ക് എഴുന്നേറ്റാ മതി. അപ്പൊ നിനക്ക് നടുവേദന കാണത്തേ ഇല്ല. അതെ, നിങ്ങക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു. അപ്പൊ നാളെ നിന്റെ കാര്യത്തിൽ തീരുമാനമാവൂ. അല്ല, എനിക്ക് നാളെ ഒരു ദിവസം മൗനവ്രത. എന്തിന്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ട്. അങ്ങനാണെങ്കിലേ നീ ഒരു മാസത്തേക്ക് അങ്ങ് മൗനിച്ചോ, അത്ര ദിവസം എനിക്ക് മനസ്സമാധാനം. അയ്യാ, എന്റെ കല്ല വരുന്നേ. അയ്യാ, നോക്കിയടി, എനിക്ക് പറ്റിയ ചുരിദാർ നോക്കിയേ. ആ, കൊള്ളാലേട്ടാ. അയ്യോ, ആ നന്നായിട്ടുണ്ട് ഏട്ടാ. ആ തല്ലാത്തെ ഓ മനുഷ്യ. മിസ്റ്റർ കോതിക്കൽ ഞാനാണെന്ന് പറഞ്ഞ് വിളിക്കുക. എടുക്കാം. ഹലോ. എന്തോ മനുഷ്യ, എനിക്കൊന്നും പിടിയിട്ടില്ല, മൊത്തം ഇംഗ്ലീഷാ. ഇങ്ങോട്ട്. ഹലോ. ആ യെസ്. ഓ ഓ താങ്ക് യു. അപ്പൊ ഞാൻ ജയിച്ചില്ലാടി. ഈ പ്രാവശ്യം നിങ്ങൾ തോറ്റു. അയ്യോ, എന്റെ മോട്ട. എനിക്ക് ജയിക്കണം. ആ? എടീ, അടുത്ത വട്ടത്തെ കപ്പ് എനിക്ക് കൊണ്ടുവരണം. ആ, അതുകൊണ്ട് ആദ്യം നീ കോഴി എവിടെങ്കിലും കുട്ടിക്കളാ. എന്തിന്? ഇനി ഇവിടെ കോഴി വേണ്ട, ആട് മതി. ആട്ടുംപാല് വേണം എനിക്ക്. 10 ലിറ്റർ പാല് നീ കൊണ്ടു തരണം. ഈശ്വര, ഇതുവരെ എനിക്ക് ഇവിടെ കോഴി ജീവിതമായിരുന്നു. ഇനി നാളെ മുതൽ എനിക്ക് ആട് ജീവിതമാണല്ലോ ദൈവമേ. നല്ല പെർഫോമൻസ് ആയിരുന്നു നിഖിൽ ആൻഡ് നീലിമ ചേച്ചി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ സ്കിറ്റ് കാണാൻ സാധിച്ചല്ലോ, അല്ലേ ശ്വേത ചേച്ചി? N2 rocked it. Nikhil and Nilima. Thank you. നല്ല എനർജി, നല്ല ലൗഡ്, ക്ലിയർ, ക്ലീൻ ആൻഡ് സൂപ്പർ. താങ്ക് യു. ഇവിടെ വന്നപ്പോ അവിടെ ഒരാളെ ചാച്ച കാണിക്കുന്നുണ്ടല്ലോ, അതാരെയാ? വർഷ. ഞങ്ങളൊരു സിനിമ ചെയ്തതാ. ഏത് സിനിമ? പോർക്കണം. നായകൻ ഞാനല്ലായിരുന്നേ ഉള്ളു, വേറെ വർഷ. നീലിമ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? കിറ്റ് ഒക്കെ പെർഫോം ചെയ്തിട്ട് ഹാപ്പി ആയില്ലേ? പിന്നെ അടിപൊളിയായിരുന്നു, സന്തോഷായി. ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീലിമ ചേച്ചിയുടെ കൈ ഒന്ന് പിടിച്ചു നോക്കി. കൈ എന്നാ? അതെ, എന്റെ ദൈവമേ, ഒരു സ്ക്രിപ്റ്റ് മൊത്തം നോക്കിയിട്ടില്ല, പക്ഷെ തുണ്ട് വെച്ച് സ്കിറ്റ് കളിക്കാൻ ആദ്യമായിട്ട് എന്തൊക്കെ എഴുതിയേക്കുന്നേ? അതെ, അതെ, ഞാൻ പറഞ്ഞ ചേച്ചി പൂഞ്ഞിക്കര അല്ല കോന്നിക്കരയാന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞാടാ എനിക്ക് പൂഞ്ഞിക്കര വരുന്ന കോന്നിക്കര കേറുന്നല്ലെന്ന്. ഞാൻ കാല് പിടിച്ചിട്ട് പറഞ്ഞു ചേച്ചി എങ്ങനെയാലും കോന്നിക്കര വരണം. അതെന്തോ കാരണം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി കോന്നിക്കര എന്ന് പറഞ്ഞ കോന്നി എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇതുവരെ ഈ കോന്നി എന്ന് പറയുന്ന സ്ഥലം ഞാൻ വായിച്ചേക്കുന്ന പത്രത്തില് ചരമക്കുളത്തിൽ മാത്രമാണ്. ഞാൻ നേരിട്ടില്ല. അപ്പൊ എന്റെ സ്ഥലം പേര് ഇത്രയും വലിയൊരു ഫ്ലോറിൽ പറയാന്ന് പറഞ്ഞു. അടുത്ത എലക്ഷന് മുമ്പ് ഞങ്ങളുടെ മെമ്പർ എനിക്ക് അവാർഡ് തരും. നൗജാൻ ആദ്യമായിട്ടല്ലോ ഇവരെ പെർഫോമൻസ് കാണുന്നത്. ഞാൻ ട്രെയിനിങ് ചെയ്യിച്ചിട്ടുള്ളതാ. 6 പാക്ക് അടിച്ചതാ. നോക്കിക്കോ, പൊക്കി നോക്കിയോ. വേണ്ട, തെയ്യം കൊണ്ട് മറച്ചു വെച്ചു ആ വീഡിയോ ഞാൻ ആദ്യം ശരിക്കുള്ളാന്ന് വിചാരിച്ചേ. പക്ഷെ എനിക്ക് അഖിലിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗ്രാഫിക്സ് ടീമിന് നല്ലൊരു കൈയടി കേട്ടോ. അങ്ങനെ തമാശയൊക്കെ കഴിഞ്ഞു. ഇനിയേ ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നോക്കണ്ടേ? റെഡിയാണോ? ടെൻഷൻ ഉണ്ടോ? അതൊന്നുമില്ല. ശരി, നമുക്ക് നോക്കാം ബാറ്ററി എത്രത്തോളം ചാർജ് ആയി. 50,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് അല്ലേ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് നിങ്ങളുടെ ആദ്യത്തെ സ്കിറ്റിന് 15,000 ആണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ഷേക്കാനൊക്കെ കൊടുക്ക്. ഞാൻ റിഹേഴ്സലിൽ ചോദിച്ചു വെച്ചാ തന്നില്ലായിരുന്നു. ചേട്ടൻ ഇവിടെ കാണുമോ? എന്റെ ഹസ്ബൻഡ് താഴെ ഇരിപ്പുണ്ട്. ശരി, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരാളെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയാ വന്നേന്ന് പറഞ്ഞു. അതാരായിരുന്നു ആ ചേച്ചി? പറഞ്ഞ ഇടി തരരുത്. ഇല്ല, ചേച്ചി ഇടി തരാനല്ലേ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വരാം, നേരിട്ട് നമുക്ക് കാണാം. നമ്മുടെ ബാങ്കും കൂടി എടുത്തോണ്ട് വരണേ. ചേച്ചിന് ആദ്യമായിട്ടാണോ കാണുന്നത്? ഒരിടത്തും ഇനാഗ്രേഷൻസിനോ? ഇല്ല. എന്നും ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുന്നത് ചേച്ചിയാ. കുറച്ചു കൂടുന്നു. ഇല്ല, ഒരു പെർഫോമൻസ് നമുക്ക് ചെറിയൊരു പാട്ട് ചെയ്താലോ? ഡാൻസ്.
പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാൻ ഈ പൂന്തേൻ ചുണ്ട് എനിക്കെന്തേ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. ആദ്യമായിട്ടാണ് ശ്വേത ചേച്ചി ഞെട്ടി നിൽക്കുന്നത്. മറ്റെന്താ അറിയോ, ശ്വേത ചേച്ചി ഭയങ്കരമായിട്ട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കും ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് വരാൻ സമയം എടുക്കുന്നത്. ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് വന്ന പോലെ ഉണ്ടായിരുന്നു. ആ 15,000 rupees ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിൽ. ഒരു മിനിറ്റ്. And ദാ. താങ്ക് യു ചേച്ചി, താങ്ക് യു. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. അങ്ങനെ നമ്മുടെ സ്കിറ്റുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം അതിന്റെ ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ്. നിങ്ങളും ഞങ്ങളുടെ അടുത്ത് ബൈ പറഞ്ഞു പോവുകയാണോ? അയ്യോ, ഭയങ്കര സങ്കടമുണ്ട്. വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോ വീട്ടിൽ അമ്മൂമ്മ പറയണ പോലെ അല്ലേ? അതെ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇവരുടെ ജീവനാണ് ശരിക്കും പറഞ്ഞ. എന്ന് പറയുന്ന പോലെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ടാസ്ക് കളിക്കാം. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ഡിസ്ക്രൈബ് ചെയ്യാം? എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു കണ്ണാടി പോലാന്ന് പറയാം. കാരണം എന്റെ എന്താണ്, ഞാൻ എന്താണെന്ന് അത് കൃത്യം അവിടെ പ്രതിഫലിപ്പിക്കും. അതായത് ഇപ്പം എനിക്ക് ചീത്ത പറയുന്ന ഒരു ഇതാണെങ്കിൽ ഞാൻ ആരെയും നോക്കുന്നില്ല, അവരെ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ നോക്കുന്നില്ല, ഞാൻ അതങ്ങ് സംസാരിക്കാനുള്ള സംസാരിക്കും. അപ്പൊ സോഷ്യൽ മീഡിയ ഒരു മിറർ പോലെയാണ്. ശരി, എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇവനെ പോലെ എന്ന് പറയും. ഞാൻ അതിനകത്ത് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ പാവം സ്റ്റേജും മൈക്കൊക്കെ ആയിട്ട് പാവം കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആണ് വന്ന് ഇവൻ എന്നെ വർക്ക്ഔട്ട് ചെയ്ത്. അപ്പൊ ഇവന്റെ പേര് ക്യാൻഡി ക്രഷ്. ഓക്കെ വർഷ. സോഷ്യൽ മീഡിയ ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലാണ്. അതിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും ക്രിറ്റിസിസംസും ആണ് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യില്ല. നമ്മളെ കൊന്നു കൊലവിളിച്ച് കളിയാക്കി കൊണ്ടുപോകുന്ന ആളായിരിക്കും. കുറെ ഫ്രണ്ട്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി എല്ലാം ഉണ്ട്. ആണ്. ഓക്കെ, അവര് കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. ശരി, കേക്കട്ടെ. എനിക്ക് എന്ന് പറഞ്ഞാല് അപ്പോൾ ആക്ടിങ് ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമും ആണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനതില് മാവേലിയാണ്. എന്റെ ഓണം പോലെയാണ്. അപ്പൊ സോഷ്യൽ മീഡിയ എനിക്ക് ഓണം പോലെയാണ്. കാരണം മാവേലി വരുന്നതിൽ വന്നു പോവുകയാണ് അല്ലേ? എനിക്കൊരു കോപ്പിറൈറ്റ് പോലെയാണ്. ചില സമയത്തൊക്കെ ഞാൻ ഡെയിലി കണ്ടന്റ് ഇടുന്ന ഒരാളാ. അപ്പോ ചില സോങ്സ് ഒക്കെ വായിക്കുമ്പോ എനിക്ക് അത് കോപ്പിറൈറ്റ് കിട്ടും. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യില്ല. ഞാനപ്പോ അതിന്റെ അടുത്ത വഴി എന്തെങ്കിലും എനിക്കൊരു റബ്ബർ ബന്ധില്ലേ? റബ്ബർ ബന്ധോ? നമ്മള് വല്ലാതെ എന്തെങ്കിലും സാധനം കണ്ടിട്ടും തിരിച്ച് അതുപോലെ അടിച്ചെണ്ണ. ശരി, ശ്രീ വിദ്യാർത്ഥി വെച്ച് നോക്കട്ടെ. സോഷ്യൽ മീഡിയ എനിക്ക് അയൽക്കൂട്ടമായിട്ട് തോന്നാറുണ്ട്. നമ്മളൊരു സാധനം ഇടും, ഇതിന്റെ കമന്റ് സെക്ഷൻ കണ്ടിട്ടുണ്ടാ? ഒരഭിപ്രായം, രണ്ടഭിപ്രായം, അതുമായിട്ട് ബന്ധമില്ലാത്ത ഏതോ ഒരു അഭിപ്രായം, അങ്ങനെ കമന്റ് ബോക്സ് മാത്രം ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ചേട്ടാ, സോഷ്യൽ മീഡിയ എന്റെ കണ്ണിന്റെ കവറാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട്. അഖിൽ, സോഷ്യൽ മീഡിയ എനിക്ക് മദ്യം പോലെയാണ്. ഒരു ഹരമാണ്. വിഷമാണെന്ന് അറിയാം, എന്നാലും ഒരു കിക്കിന് വേണ്ടിട്ട് ഉപയോഗിക്കും. ശ്വേത ചേച്ചിക്കോ? സോഷ്യൽ മീഡിയ തന്നെയാണ് എനിക്ക് വേണ്ടി. നത്തിങ് സോഷ്യൽ അബൌട്ട് ഇറ്റ്. നോബഡി ക്യാൻ എൻറ്റർ മൈ പ്രൈവറ്റ് സോൺ. സോഷ്യൽ മീഡിയ ഇസ് നോട്ട് മൈ പ്രൈവറ്റ് സോൺ. അതെന്റെ റിഫ്ലക്ഷനും അല്ല. ഭയങ്കരമായിട്ട് പഞ്ച് ചെയ്തൊക്കെ നിർത്തി. ബട്ട് എനിവേസ്, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ വളരുക. അപ്പൊ എന്തായാലും അടുത്ത ദിവസം നമ്മൾ ഫുൾ ഫണ്ണോടെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.